എന്നും കുറെ മണ്ടത്തരം കേൾക്കില്ല. അപ്പൊ ഹിബ ഇന്ന് രാവിലെ വന്നപ്പോ തന്നെ പുതിയൊരു മണ്ടത്തരായിട്ട് വന്നിട്ടുണ്ട്. ആ മണ്ടത്തരം ഒന്ന് പറയും. ഓക്കെ, എന്നാ മണ്ടത്തരല്ല, നിങ്ങൾ തന്നെ കേൾക്കണം കേട്ടോ എന്താ സംഭവം എന്നുള്ള. ഹിബ പറയും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കൂടുതൽ ഫോളോ. ബഹുവചനം വേണ്ട, നമ്മള് ചെയ്യുന്നു പറയണ്ട, ഈ ചെയ്യുന്ന കാര്യം പറയും. അല്ല, ഞാൻ പറയുമ്പോ ഓക്കെ ഫൈൻ. അപ്പോൾ റീൽസിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട്സ് ഒക്കെ ടാഗ് ചെയ്യും. അപ്പൊ അത് കാരണം റീച്ച് കിട്ടും. അതായത് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടും. ഈ കാര്യം എന്നോട് ആരാ പറഞ്ഞത്? പൊതുവെ ഈ ആരാ ഇങ്ങനെ ചെയ്യണ കണ്ടത്? നമ്മളൊരു റീല് ഏതായി നമ്മള് ഞാൻ ചെയ്ത പാടം നമ്മള് ഷെയർ ചെയ്യും. ഫസ്റ്റ് നമ്മള് ഷെയർ ചെയ്യും. അങ്ങനെയാണല്ലോ റീച്ച്. ഓക്കെ ഫൈൻ. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഹിബന്റെ വീഡിയോക്ക് റീച്ച് കിട്ടിയെന്നാണ് ഹിബ പറയണത്. എത്ര ശതമാനം വിശ്വസിക്കുന്നുണ്ട്? എന്നാ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഹിബ ഈ പറഞ്ഞത് മണ്ടത്തരാണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത്, ഒരു റീൽ അപ്ലോഡ് ചെയ്ത്, ഭയങ്കര അടിപൊളിയായിട്ട് ഈ ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത്, ഈ ഒരു 100 ആളുകൾക്ക് അത് ഷെയർ ചെയ്ത്, ഈ കുറേ ഫോളോവേഴ്സ് ഉള്ള ഒരു 10 അക്കൗണ്ട് ടാഗ് ചെയ്ത്, ഈ ടാഗ് ചെയ്തത് കൊണ്ട് എനിക്ക് ഒരിക്കലും അതിൽ റീച്ച് കിട്ടൂല. കാരണം ടാഗ് എന്നൊരു ഓപ്ഷനും റീച്ചും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഇവള് പറഞ്ഞ് ഷെയർ ചെയ്യുന്നൊരു കാര്യം, ഈ ഷെയർ ചെയ്യുന്നത് ഓഫ്കോഴ്സ് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു 100 ആളുകൾക്ക് ഷെയർ ചെയ്താൽ അതിലൊരു 10 ആൾ എനിക്ക് ലൈക്ക് തന്ന് കോമൻറ്റ് തന്നൊക്കെ തന്നെന്ന് വിചാരിക്കും. ഫൈൻ, എനിക്കത് കിട്ടി. ബാക്കി 90 പേരിൽ ഒരാൾ എൻ്റെ വീഡിയോ റിപ്പോർട്ട് ചെയ്താൽ മതി. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റീച്ച് ഉണ്ടല്ലോ, ആ റീച്ച് പോലും നമുക്ക് കിട്ടാതാവും. അപ്പോൾ എന്ത് ചെയ്യും? റീച്ച് കുറയും. അപ്പോൾ അങ്ങനെ കുറയുന്ന സമയത്ത് ഹിബ പറഞ്ഞ ഈ ടെക്നിക്ക് ഉണ്ടല്ലോ, അതായത് റീച്ച് കൂടുക എന്നുള്ള ഒരു ടെക്നിക്ക്, അതിനൊരു വിലയില്ലാണ്ടാവും. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ച്, ഈ പറഞ്ഞത് ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ആയിട്ട് ഓഡിയൻസിലേക്ക് പോയി. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇപ്പം തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ എനിക്ക് എന്ത് പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്? ഇപ്പം എല്ലാവരും ആബിൽ പറഞ്ഞ വരെ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻവി ഡിജിറ്റൽ അക്കാദമി.